ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സമയം 7:21, 27-ാം തീയതി ശനിയാഴ്ച ഉണ്ടെന്ന്. അപ്പോൾ ഈ 2 ഓൺലൈൻ പോയപ്പോഴത്തേക്കും ഇതിൽ നിന്ന് റാപ്പിഡൊന്ന് റൈഡ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിക്കപ്പിന് 1.1 കിലോമീറ്റർ ആളെ പിക്ക് ചെയ്യാൻ പോകാം നമുക്ക്. ഗൈസ്, പിന്നെ ഇന്നലെ ഫുൾ ചാർജ് ചെയ്തിരുന്നായിരുന്നല്ലോ, ചുമപ്പും കത്തിയായിരുന്നു. അങ്ങനെ ഞാൻ കുത്തിയിട്ടിട്ട് പോയപ്പോഴത്തേക്കും കറണ്ട് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബഗ് എന്തോ വന്നിട്ട്, എനിക്ക് ഇതിന് മുമ്പ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് 2-3 തവണ. ബഗ് എന്തോ പോലെ വന്നു. അങ്ങനെ ഞാൻ വന്ന് വീണ്ടും ഓണാക്കി. പക്ഷെ അപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ ചാർജ് ചെയ്യണ്ടായിട്ടാ, പക്ഷേ ആപ്പി കാണിക്കണ്ടായില്ല. അങ്ങനെ ഇന്നലെ ഞാൻ കുത്തിയിട്ട് അതിൻ്റെ പൈസയൊന്നും ആയിട്ടില്ല, ഫ്രീ ആയിട്ട് നമുക്ക് കറണ്ട് കിട്ടി. അതിടയ്ക്ക് അങ്ങനെ ബഗ് വരുമ്പോഴത്തേക്കും കിട്ടാറുണ്ട്. ഇന്നലത്തെ പൈസ അങ്ങനെ തന്നെ വാളത്തിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഫുൾ ചാർജായി. ഇടയ്ക്ക് അങ്ങനെ ബഗ് വരും, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആളെ പിക്ക് ചെയ്യുമ്പോൾ ഒരു 110 രൂപയെങ്കിലും ഇന്നലെ ഫുള്ള് തീർന്നതല്ല, 110 നമുക്ക് ലാഭമായി. ഓക്കെ, ആളെ പിക്കാൻ പോവാം. എത്താറ് പൈസ ഇപ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു റൈഡ് ചെയ്തത്. റാപ്പിഡോയിലായിരുന്നു റൈഡ് ചെയ്തത്. 6 കിലോമീറ്റർ ഉണ്ടായി, 128 രൂപ റൈഡിനായിട്ട്. ഇവിടെ നിന്ന് റൈഡൊന്നും അടിക്കുള്ളല്ലോ. അപ്പോൾ കുറേ പേര് ഇറങ്ങിപ്പോയായിരുന്നു. എല്ലാവരും മെട്രോയിലേക്ക് ഓട്ടേണ്ടത്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. പൈസ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമുക്ക് റൈഡൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ വടക്കേക്കോട്ട അവിടെ എത്തിയപ്പോഴത്തേക്ക് റൈഡ് അടിച്ചിട്ടുണ്ട്. പിക്കപ്പ് ചെയ്യാൻ 300 മീറ്റർ, ഹൈവേ ജസ്റ്റ് 300 മീറ്റർ ഉള്ളൂ. അപ്പോൾ എവിടേക്കാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ റൈഡ് അടിച്ചു, പക്ഷേ അതെടുത്ത് ഞാൻ അങ്ങോട്ട് തന്നെ എന്നിട്ടും ഓൾറെഡി കാണിച്ചു. റാപ്പിഡ് ഓണാണ് എൻ്റെ. അപ്പോൾ ആ റൈഡ് നമുക്ക് കിട്ടിയത് ഇവിടേക്ക് BMC ഭാരത് മാത തൃക്കാക്കര അവിടേക്കായിരുന്നു. അത് 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 265 രൂപ കിട്ടിയുള്ളൂ ആ റൈഡിന്. 262 രൂപ. അത് ഇത്തിരി മോശമായി പോയി. 12 കിലോമീറ്ററൊക്കെ വരുമ്പോഴത്തേക്കും 300 വേണം. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ സമയം ഇപ്പോൾ 8:21 കേട്ടോ. ഇവിടുന്ന് ഇന്ന് റോഡ് വലിയ തിരക്കൊന്നുമില്ല. എന്താണത്, വന്നപ്പോൾ ഫുള്ള് കാലിയായിരുന്നു. നമുക്കെന്തായാലും നോക്കാം. ഇതേ ഗൈസ്, വീണ്ടും ഞാൻ തൃക്കാക്കരയെ വന്ന് കാക്കനാട് വന്ന്. തൃക്കാക്കരയിൽ നിന്ന് കാക്കനാട് വന്നപ്പോഴത്തേക്കും ഒരു 78 രൂപ റൈഡ് എടുത്ത്. എന്തെങ്കിലും ആവട്ടെ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും അതും വീണ്ടും ഓൾറെഡി ഇട്ടേക്കുന്നു. റാപ്പിഡോ ഓഫാക്കി നോക്കിയാലോ, ചെക്ക് ചെയ്ത് വെക്കാം. റാപ്പിഡോ ഓഫ്ലൈൻ പോട്ടെ. റാപ്പിഡോ ഓഫ്ലൈൻ പോയിട്ടാണ് കേട്ടോ. ഇത് ഓഫ്ലൈൻ പോയിട്ട് ഓൺലൈൻ പോട്ടെ. അടിക്കടാ. കണ്ടോ, അടിച്ച് പാളിച്ചോടാ. ഇതെനിക്ക് വേണ്ട. റാപ്പിഡോ ഓൺലൈൻ പോവാം. റാപ്പിഡോ ഇവിടെ അത്യാവശ്യം സർജ് ഉണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. ഉണ്ട്. അപ്പോൾ റാപ്പിഡോ ഓണാക്കുമ്പോഴത്തേക്ക് യൂബർ കൈമാറും. ഓക്കെ വൈസ് ഫൈനലി ഒരു റൈഡ് ചെയ്തിട്ടുണ്ട്. എടച്ചിറ ഉള്ളിലേക്കാണ് വേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം അടിച്ചോളൂ, 300 കിട്ടണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അളപ്പിക്കാം. പൈസ ആ റൈഡ് ആയിരിക്കും വേണ്ടാത്ത റൈഡായിരുന്നു തോന്നുന്നു. ഏതോ താമിലാണ് കൊണ്ടൊന്ന് ആക്കിയേക്കണം. 5.65 കിലോമീറ്റർ ഉണ്ടായി. 141 രൂപ ആ റൈഡിന് കിട്ടി. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങാട് കാക്കനാട് വരെ ഒന്നും കിട്ടൂല.
കടമ്പരയാറ് ടൂറിസം അതിൻ്റെ അടുത്താണ്, പക്ഷേ ഇത് ഉള്ളുവഴിയാണ്, അതാണ് ശോഭം. സ്ഥലമൊക്കെ കൊള്ളാട്ടാ, മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഈ സ്ഥലം കാണാൻ കൊള്ളാട്ടാ. അതിൻ്റെ മുമ്പ് ഒരു തവണ 2 തവണ എങ്ങാനും വന്നിട്ടുണ്ട് ഇതിൽ. ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടന്നാൽ മതിയായിരുന്നു, ആരും കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നികത്തി ഉള്ള പാടം എല്ലാം നശിപ്പിച്ച് ബിൽഡിങ് അടുത്ത പണിയും. ഇപ്പോൾ ഇടച്ചിറയൊക്കെ എത്താറാവണ മുമ്പ് തന്നെ നമുക്കൊരു റൈഡ് കിട്ടി. അത് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ റാപ്പിഡോയിലാണ് കേട്ടോ അടിച്ചത്. ഞാൻ നെക്കിയതും തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കണേ ഞാൻ അക്സെപ്റ്റ് ചെയ്തു തന്നെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആളേക്കാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ആ റൈഡ് നമ്മുടെ DLF-ലേക്ക് ആയിരുന്നു, കാക്കനാട് DLF-ലേക്ക്. അപ്പോൾ അത് 5.98 6 കിലോമീറ്റർ ഉണ്ടായി, 128 റൈഡിനുണ്ട്. ഇനി അടുത്ത റൈഡ് നമുക്ക് ഞാൻ DLF-ന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ ഓൺലൈൻ പോയിട്ടുണ്ട്. ഇനി മറ്റേ ഓൾറെഡി ടേക്കെന്ന് പറഞ്ഞ് കുറേ കാണിച്ചല്ലോ, അതുകൊണ്ട് ഇനി അതിൻ്റെ വല്ല ഡൗൺ ആയിട്ട് ഇരിക്കണേണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം നമുക്ക് സൗണ്ട് കേൾക്കണണ്ട. ഇവിടെ ഒരു സ്പ്രിങ് ഓട്ടി കിടക്കുന്നുണ്ട്, എല്ലാം സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത റൈഡ് വെയിറ്റ് ചെയ്യും. ഞാൻ പൊക്കത്തേക്ക് കയറി എത്തിയപ്പോൾ തന്നെ അടുത്ത റൈഡ് വീണ്ടും ഉള്ളിൽ അടിച്ചേക്കണം. എന്നാൽ പിന്നെ കയറണം മുമ്പ് അടിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ കയറ്റം കയറണം. റാപ്പിഡോയിലാണ് അടിച്ചത്. ഇപ്പോൾ ആ റൈഡ് നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഇറങ്ങിട്ടാ. അത് 4.7 കിലോമീറ്റർ ഉണ്ടായി, 102 രൂപ റൈഡിന് കിട്ടി. റാപ്പിഡോയിലാണ് കേട്ടോ റൈഡ് അടിച്ചത്. ഇപ്പോൾ യൂബറിൽ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, 800 മീറ്റർ വിളിക്കാൻ പോയി. അവിടെ നിന്ന് ഇപ്പോൾ ആളെ ഡ്രോപ്പ് ഓഫ് ചെയ്ത സ്ഥലത്ത് നിന്ന് 800 മീറ്റർ ഇപ്പോൾ ആളെ പിക്കാൻ പോണേ. എവിടേക്കാന്ന് ഞാൻ നോക്കിയില്ല, ആകെ ഇത്തിരി ഉള്ളൂ എന്ന് തോന്നുന്നു. 70 രൂപ എന്തോരം ഇടാം ആളെ പിക്കാൻ പോ. ഈ റൈഡ് ഈ സ്ഥലത്തേക്ക് തന്നെയായിരുന്നു, ഞാൻ ഇപ്പം ഇറക്കിയ സ്ഥലത്തേക്ക് തന്നെ. അത് 1 കിലോമീറ്റർ ഉണ്ടായി, 1 കിലോമീറ്റർ കറക്റ്റ്. എന്താ വെച്ചാൽ വേറെ ഇട്ട വഴിയൊക്കെ ഉണ്ടായി, ഞാൻ എപ്പോഴേ കാണുന്നത് ഇതൊക്കെ. അപ്പോൾ കറക്റ്റ് 1 കിലോമീറ്റർ 78 രൂപ റൈഡിന്. അടുത്ത റൈഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ ഓഫ് ആക്കിയപ്പോൾ തന്നെ 280 സംതിങ്ങിൻ്റെ എവിടേക്കാന്ന് പറഞ്ഞ് നോക്കിയില്ല. റൈഡ് അടിക്കാൻ ഞാൻ നെക്കിയപ്പോൾ തന്നെ, പക്ഷേ ഓൾറെഡി ടേക്കുന്നത് എന്ത് ചെണ്ടികളാന്ന് നോക്കി. കുറേ നല്ല കുഴം കാണിക്കണ്ട കേട്ടോ ചട്ടി. അപ്പം ഇനി റൈഡൊന്നും കിട്ടൂല, സുഖം പരിപാടി കാണിക്കുന്നത്. ഗൈസ്, ഞാൻ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഇവിടം വരെ വീട് വരെ എത്താറായി. ഞാൻ വേഗം വീട്ടിലേക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് വിചാരിച്ച് തോന്നിയപ്പോഴത്തേക്കും വന്നതാണ്. ഇവിടെ നിന്നപ്പോൾ ഒന്നുമില്ല, പക്ഷേ ഇവിടുന്ന് ഓൺലൈൻ പോയിട്ടുണ്ടായി. നല്ല കുറേ റൈഡ് അടിച്ച് ഇവിടം വരെ ഇപ്പം എത്തിയോണ്ട് മടിയായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചാർജ് ചെയ്യാനിടാ. എന്നിട്ട് എന്തായാലും ഇന്ന് ശനിയാഴ്ച അല്ലേ, അപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അതാകുമ്പോഴത്തേക്കും ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ 11, ഇപ്പോൾ 2 ഘട്ടം തീർന്നു. ഇപ്പോൾ ഏതായാലും 2.5 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ 10, 11, 12, 12:30 ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് 1 മണിക്ക് ഇറങ്ങിയ ഓൾ സെറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ അന്തരീക്ഷവും നല്ല അന്തരീക്ഷമാണ്, വെയിലൊന്നും ഉണ്ടായില്ല. ഇവിടം വരെയും വന്നോണ്ടേ മടിയായി. അപ്പോൾ നമുക്ക് രാവിലത്തെ കഴിഞ്ഞ്
എനിക്ക് ഇപ്പോൾ കേസ് വണ്ടി കുത്തിടാൻ പോണേ. അപ്പോൾ അതായത് മോർണിംഗ് ഒക്കെ ഓടിയതിൻ്റെ ഇത് കാണാൻ പറ്റുള്ളൂ. മോർണിംഗ് അപ്പോൾ യൂബറിൽ 2 മണിക്കൂർ ഓൺലൈൻ. യൂബറിൽ 3 ട്രിപ്പ് എടുത്ത് 482. പിന്നെ റാപ്പിഡോയിൽ 3 ട്രിപ്പ് 357. ഇപ്പോൾ രാവിലത്തെ ട്രിപ്പ് ഇതാണ്. അപ്പോൾ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ 1 മണിയൊന്നും നടന്നില്ല, 2:45 സമയം. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ പോയിട്ടുണ്ട്. ഓൺലൈൻ പോയപ്പോഴത്തേക്കും നമുക്ക് യൂബറിൽ നിന്ന് റൈഡ് കിട്ടി. 4 കിലോമീറ്റർ എന്തുകൊണ്ട് ഉള്ളത് വെച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അളപ്പിക്കാൻ നമ്മളെ ഇപ്പോൾ മോർണിംഗ് ഓടിയതിൻ്റെ നമ്മ ചാർജ് ചെയ്ത് നമുക്ക് ഇപ്പോൾ വന്നത് 67 രൂപ ചിലവ് വന്നത്. ഇപ്പോൾ അളപ്പിക്കാൻ പോവാം. ഇപ്പോൾ മറ്റേ റൈഡ് നമുക്ക് 47 കിലോമീറ്ററിൻ്റെ ആയിട്ടാണ്. 5 കിലോമീറ്റർ അടുത്തുണ്ട്. അത് 78 രൂപ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 400 മീറ്റർ അപ്പുറം വേറെ റൈഡ് അടിച്ച് നമ്മുടെ സൗത്ത് കളമശ്ശേരിയിലേക്ക്. അത് 5.65 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. അത് 140 രൂപ അറിയാനായിട്ട്. ലുലുവിൽ അവിടേക്ക് എത്തിയപ്പോൾ റാപ്പിഡോയും ഓഫ് ആയിട്ടുണ്ടായില്ല കേട്ടോ. റാപ്പിഡോയിലൊക്കെ ചറപറ നല്ല ലോങ് റൈഡൊക്കെ അടിക്കണ്ടായി. 200 രൂപയുടെയും 250-ൻ്റെയൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് റൈഡ് കിട്ടാൻ നോക്കാം. ബ്ലോക്ക് ഉണ്ട്, ഇന്ന് ശനിയാഴ്ചയും കൂടിയല്ലേ, അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലുലുവിലേക്ക് റൈഡ് ചെയ്തിട്ടുണ്ട്. അത് ലുലുവിലേക്ക് ആയതുകൊണ്ട് ഞാൻ എടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ എടുക്കൂലായിരുന്നു. 70 ഉണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് അളപ്പിക്കാൻ പോവാം. 850 മീറ്റർ ഗൈസ്. അപ്പോൾ ആ റൈഡ് 2.51 കിലോമീറ്ററായി ലുലു മാളിലേക്ക്. അത് 71 രൂപ അറിയാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലുലു മാളിൽ നിന്ന് നമുക്ക് റൈഡ് കിട്ടി നമ്മുടെ കാക്കനാട് കുസുമഗിരിയില്ലേ അവിടേക്ക്. അത് 8.53 കിലോമീറ്റർ ഉണ്ടായി. അത് 188 രൂപ അറിയാനായിട്ട്. അതിന് കുസുമഗിരിയുടെ അവിടെ തന്നെ ആയിട്ട് മറ്റേ പ്രസ്റ്റീജിൻ്റെ ഇതുണ്ടല്ല ഫ്ലാറ്റ്, അവിടെ നിന്ന് റൈഡ് അടിച്ച്. പക്ഷേ ഇമ്മറ തുതിയൂരിൻ്റെ അവിടേക്കാണ് റൈഡ് അടിച്ചത്. എന്നിട്ട് അതാണ് നല്ല ശോകൻ റൈഡായിരുന്നു. 4.5 കിലോമീറ്റർ 83 രൂപ. ആ ഏരിയ പോയാൽ പിന്നെ വേറെ റൈഡും കിട്ടാറില്ല. അപ്പോൾ എന്ത് ചെയ്ത് എന്തെങ്കിലും അവിടെ വെച്ച് ഞാൻ എടുത്തേണ്. അപ്പോൾ എടുത്തപ്പോഴത്തേക്കും തുതിയൂർ അവിടെ അളപ്പിക്കാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാ. അത് റാപ്പിഡോയിലായിരുന്നു റൈഡ് അടിച്ചത്. മറ്റേ കുസുമഗിരിയിലേക്ക്, മറ്റേ ലുലുമാളിൽ നിന്ന് കുസുമഗിരിയിലേക്ക് കിട്ടിയതും റാപ്പിഡോയിലാണ്. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തോണ്ട് റാപ്പിഡോയിലാണ്ട് വെയിറ്റ് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ചാർജ് വെച്ച് കിട്ടും ഒരു മിനിറ്റിന്. അതുകൊണ്ട് സീനുണ്ടായില്ല. യൂബറിൽ ഇപ്പോൾ ആ സംഭവം ഉണ്ടാവുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് ആളെ വെയിറ്റ് ചെയ്ത് ആൾ വന്ന് ദൂരെ എത്താറായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വേറെ ഏതോ പെണ്ണാണ് ഇത് ചെയ്ത് കൊടുത്തത്. അവരോട് മറൈൻ ഡ്രൈവ് വരെയും ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ മേനക വരെയും വന്നേക്കാം. അപ്പോൾ ടോട്ടൽ 13.19 കിലോമീറ്റർ 356 രൂപ അറിയാനായിട്ട്. ഇനിയിപ്പോൾ അതേ ഇവിടെ നിന്ന് വല്ലതും അടിക്കാൻ നോക്കാം. പൈസ ഇപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ഓൺലൈൻ പോയിട്ടുണ്ട്. ഇപ്പം ചായ പിടിക്കാനായിട്ട് ഓഫ്ലൈൻ പോയായിരുന്നു. അപ്പോൾ നമുക്കിനി റൈറ്റ്സ് നോക്കാം. പൈസ ഇപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും മറ്റേ ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് റൈഡ് കിട്ടിയായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട്. അത് 5.5 കിലോമീറ്റർ ഉണ്ടായിട്ടോ. 97 രൂപ റൈഡിനായി. 96 രൂപ നമുക്ക് കിട്ടി പറ്റിയ യൂബർ എടുത്ത്. പിന്നെ ഇപ്പോൾ വേറെ റൈഡ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടിച്ച്. പക്ഷേ ഈ ഓട്ടോക്കാരെല്ലാവരും കൂടി നിൽക്കണമെങ്കിൽ ഞാൻ എടുത്തില്ല. വെറുതെ എന്തിനാ എന്നെക്കൂടെ അയ്യാ വള്ളി മേടിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത റൈഡ് നോക്കാം.
നല്ല 79 നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബിഗ് റൈഡ്സ് നോക്കാം ഗൈസ്. അപ്പം ഞാൻ തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് നോർത്തിൽ നിന്ന് ക്യാമറ ഓഫ് ചെയ്താൽ അപ്പം തന്നെ നമുക്ക് തൃപ്പൂണിത്തറയിലേക്ക് റൈഡ് കിട്ടിയായിരുന്നു. തൃപ്പൂണിത്തറ നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷൻ്റെ അവിടെ ആയിട്ട് മൊത്തം 12.28 കിലോമീറ്റർ ഉണ്ടായി. 282 രൂപ റൈഡിനായി. പിന്നെ അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഒരു ഇത്തിരി അകത്തേക്ക്, മാർക്കറ്റ് ജംഗ്ഷനല്ല, ഈ മെട്രോ അടുത്ത് തന്നെയാണ്, 500 മീറ്റർ ഉള്ളൂ. അവിടെ നിന്ന് റൈഡ് അടിച്ച് ഇവിടെ മെട്രോ സ്റ്റേഷനിലേക്ക് വരാനായിട്ട് 500 മീറ്റർ 75 രൂപ റൈഡിന് കിട്ടി. അത് കസ്റ്റമറിൽ നിന്ന് 52, പിന്നെ ഈ റാപ്പിഡോടെ ടിപ്പ് 23, അങ്ങനെ 75 രൂപ കിട്ടി. ഇനിയിപ്പോൾ അടുത്ത റൈഡ് നമുക്ക് പോകാം. സമയം 6:45. ഷട്ടാ, ഇപ്പോൾ ഒരു റൈഡ് കിട്ടിയായിരുന്നു കൈസ് പുറമാളിലേക്ക്. ഞാൻ തൊട്ട് ഫ്രണ്ടിലുണ്ട്, 100 മീറ്റർ പോലും ഇല്ല. ക്യാൻസൽ ചെയ്ത് തെണ്ടി. നമുക്കിങ്ങനെ നല്ല റൈഡിന് നോക്കിയേക്കാം ഗൈസ്. സമയം 7:15. നമുക്ക് പറ്റിയ റൈഡൊന്നും വന്നില്ല. ഇവിടെ ഇരുന്ന് വെറുതെ പൊതുകടിയും കൊണ്ട് എനിക്ക് മതിയായി. കുറച്ച് നേരം ഇപ്പോൾ വന്നിട്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിങ്ങനെ തിരിച്ച് പോണായിരുന്നു കേട്ടോ. പോണ വഴിക്കുള്ള റൈഡ് കിട്ടി. കല്യാണി കല്യാണി അപ്പോൾ കല്യാണിനെ പിക്ക് ചെയ്യാനായിട്ട് 300 മീറ്റർ നമുക്ക് കല്യാണിനെ പിക്ക് ചെയ്യാം. കല്യാണി 20 നമ്മുടെ ഏരിയയിലേക്ക് കണ്ടോ. എന്തായാലും ഭാഗ്യം, വേഗം പൊട്ടിയിലേക്ക് ക്യാൻസൽ ചെയ്ത് കളയും. ഇത് എടുക്കണം, പോയി എടുക്കായിരുന്നു. അത് ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ വന്നൊരിക്കായിരുന്നു ആ റൈഡ്. അരൂര് നോർത്തിലേക്കായിരുന്നു. ഒരു പുള്ളേന്ന് കേട്ടോ, പൊട്ടങ്കളിയാണ്. ടാറ്റ എന്നൊക്കെ തീർക്കാൻ നേരത്ത്. അപ്പം 3.59 കിലോമീറ്റർ ഉണ്ടായി. 98 രൂപ 100 രൂപ കിട്ടി. അപ്പം നമുക്കിനി എന്താണ് അടച്ച ആരില്ല ഇവിടെ. ബാത്റൂമിൽ പോയേക്കണം. അത് തുറന്ന് ബാത്റൂമിൽ പോയിട്ടാണ്. അപ്പോൾ നമുക്കിനി നോക്കാം. അല്ല, അടുത്ത റൈഡ് വേണ്ട, ഞാൻ ഓഫ്ലൈൻ പോണേ. 70 കിലോമീറ്റർ വൈകുന്നേരം പോയിട്ടുണ്ട്.